ആർതർ കോനൻ ഡോയിലിന്റെ ഷെർലക് ഹോംസ് കഥകൾ. പുള്ളികളുള്ള നാട്. റേഡിയോ രൂപാന്തരം സംവിധാനം എൻ വാസുദേവ്. വാട്സൺ, 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 എഴുന്നേൽക്കൂ. എന്തൊരു ഉറക്കമാണിത്. എഴുന്നേൽക്കൂ. ഓഹ്, എന്താ ഇത്? എന്തുപറ്റി? ഇത്ര രാവിലെ തീപിടുത്തം വല്ലതും ഉണ്ടായോ? വാട്സൺ, ഇത്ര നേരത്തെ വിളിച്ചുണർത്തിയതിന് എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾക്കും താല്പര്യമുള്ള ഒരു കാര്യമായതിനാലാണ് ഞാൻ വിളിക്കുന്നത്. ഓ, എനിക്കും താല്പര്യമുള്ള കാര്യമാണോ? എങ്കിൽ പറയൂ, പുതിയ കേസ് വല്ലതും? അതെ, പരിഭ്രമിച്ചു വശായ ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരിക്കുന്നു. അവർ താഴെ സ്വീകരണ മുറിയിൽ കാത്തിരിക്കുകയാണ്. ഇത്ര രാവിലെയോ? അതെ, ഇത്ര നേരത്തെ എന്നെ തേടി വരണമെങ്കിൽ കാര്യം അത്ര ഗൌരവമുള്ളതായിരിക്കുമല്ലോ. പ്രശ്നം അത്ര കുഴപ്പം പിടിച്ചതും. നമുക്ക് രസകരമായ ഒരു വെല്ലുവിളിയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ തുടക്കം മുതലേ പങ്കുചേരാൻ നിങ്ങൾക്കും താല്പര്യം കാണുമല്ലോ, അല്ലേ ഡോക്ടർ വാട്സൺ? പിന്നെ എനിക്കേറെ ഇഷ്ടമുള്ള കാര്യമാണത്. ഇപ്പൊ മനസ്സിലായോ ഞാൻ നിങ്ങളെ ഉണർത്തിയത് എന്തുകൊണ്ടാണെന്ന്? ഞാനിതാ വേഷം മാറി എത്തിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ഷെർലക് ഹോംസ്. ഇതെന്റെ കൂട്ടുകാരൻ ഡോക്ടർ വാട്സൺ. എന്നോട് പറയാനുള്ളതെല്ലാം അതേ സ്വാതന്ത്ര്യത്തോടെയും സ്വകാര്യതയോടെയും ഇദ്ദേഹത്തോടും പറയാം. ഹോ, നിങ്ങൾ നല്ലവണ്ണം വിറയ്ക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യൂ, ആ നെരിപ്പോടിനടുത്തേക്ക് നീങ്ങിയിരുന്നോളൂ. ഒരു ചൂട് കാപ്പി കൊണ്ടുവരാൻ പറയട്ടെ? തണുപ്പ് കൊണ്ടല്ല ഞാൻ വിറയ്ക്കുന്നത്, പിന്നെ ഭയം കൊണ്ട്. നിങ്ങളുടെ വലിഞ്ഞു മുറുകി വിളറിയ മുഖം അത് സൂചിപ്പിക്കുന്നുണ്ട്. വേട്ടനായ്ക്കളുടെ മുന്നിലകപ്പെട്ട സാധു മൃഗത്തെപ്പോലെയുണ്ട് നിങ്ങളുടെ മുഖഭാവം. പറയൂ, ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് മിസ്റ്റർ ഹോംസ്. ഒന്നുകൊണ്ടും ഭയക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. രാവിലെ ട്രെയിനിലാണ് വന്നത് അല്ലേ? അപ്പോ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാമല്ലേ? ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളുടെ ഇടത്തെ കൈയിൽ മടക്കി വെച്ചിരിക്കുന്ന ട്രെയിൻ ടിക്കറ്റ് എനിക്ക് കാണാം. അതുമാത്രമല്ല, കുതിരവണ്ടിയിലും യാത്ര ചെയ്താണ് നിങ്ങൾ ഇവിടെ എത്തിയത് അല്ലേ? അതും ഒറ്റ കുതിര വലിക്കുന്ന വണ്ടിയിൽ. എന്താ, ശരിയല്ലേ? അതെ. താങ്കൾ എങ്ങനെ അറിഞ്ഞു? അത് വളരെ വ്യക്തമല്ലേ. നിങ്ങളുടെ ഉടുപ്പിന്റെ ഇടത്തെ ഭാഗത്ത് പലയിടത്തും ചെളി തെറിച്ചിരിക്കുന്നു. വളരെ പുതിയ പാടുകളാണവ. ഒറ്റ കുതിര വണ്ടിയിൽ കുതിരക്കാരന്റെ ഇടതുവശത്തിരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെളി തെറിക്കുക. താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരി തന്നെ. രാവിലെ 6 മണിക്ക് ഞാൻ വീട്ടിൽ നിന്നും കുതിരവണ്ടിയിൽ യാത്ര ചെയ്ത് ലെതർഹെഡ് സ്റ്റേഷനിലെത്തി. ആദ്യത്തെ ട്രെയിനിൽ ലണ്ടനിലും എത്തി. ഇനി പറയൂ, നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? സർ, എനിക്കിനി സഹിക്കാൻ വയ്യ. ഇങ്ങനെ പോയാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് ആശ്രയിക്കാൻ ഒരാളേ ഉള്ളൂ. പക്ഷെ പാവം, അയാൾക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനും ആവില്ല. മിസ്സിസ് ഹാരൻഡോഷ് പറഞ്ഞ് ഞാൻ താങ്കളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഓ, മിസ്സിസ് ഹാരൻഡോഷ്, ഞാൻ ഓർക്കുന്നു. വാട്സൺ, താങ്കൾ എന്നോടൊപ്പം താമസിക്കാൻ എത്തുന്നതിന് മുൻപായിരുന്നു ആ കേസ്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണോ എന്നെ കാണാൻ വന്നത്? അതെ. മിസ്സിസ് ഹാരൻഡോഷിനെ സഹായിച്ചതുപോലെ എന്നെ സഹായിക്കില്ലേ? ഫീസ് തരാൻ ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ ആഴ്ചകൾക്കകം ഞാൻ താങ്കൾ പറയുന്ന എന്ത് പ്രതിഫലവും തരാം. മിസ്സിസ് ഹാരൻഡോഷിനെ സഹായിച്ചതുപോലെ നിങ്ങളെയും സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ എന്റെ ഫീസിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ ജോലി തന്നെയാണ് എന്റെ പ്രതിഫലം. കേസ് അന്വേഷണത്തിനുണ്ടാകുന്ന ചിലവ് മാത്രമാണ് എന്റെ ഫീസ്. അത് എന്ന് നിങ്ങൾക്ക് നൽകാൻ കഴിയുമോ അന്ന് തന്നാൽ മതി. പോരെ? ഇനി കാര്യങ്ങൾ വിശദമായി പറയൂ. എനിക്കെന്ത് ചെയ്യാനാകുമെന്ന് നോക്കാം. എന്റെ ഭയത്തിന്റെ അടിസ്ഥാനം അത്ര വ്യക്തമല്ല.
സൂക്ഷ്മമായ ചില സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് എന്റെ സംശയങ്ങളെല്ലാം. കേൾക്കുന്നവർക്ക് അത് നിസ്സാരമെന്ന് തോന്നും. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വ്യക്തി പോലും ഇതൊക്കെ എന്റെ ദുർബലമായ മനസ്സിന്റെ ഭാവനയാണെന്നാണ് കരുതുന്നത്. അത് അദ്ദേഹം എന്നോട് നേരിട്ട് പറയുന്നില്ലെങ്കിലും ആ മുഖത്തു നിന്നും എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. മിസ്റ്റർ ഹോംസ്, മനുഷ്യ മനസ്സിന്റെ അഗാധമായ അടിത്തട്ടുകളിൽ അടിഞ്ഞുകൂടുന്ന ദുഷ്ടചിന്തകളെ മനസ്സിലാക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അകപ്പെട്ടിരിക്കുന്ന ആപത്തിൽ നിന്ന് താങ്കൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും. പറഞ്ഞോളൂ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പേര്? ഞാൻ ഹെലൻ സ്റ്റോണർ. എന്റെ രണ്ടാനച്ഛനൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. സ്റ്റോക്ക് മൊറാനിലെ പ്രസിദ്ധമായ റോയ്ലോട്ട് കുടുംബത്തിലെ അവസാന കണ്ണിയാണ് അദ്ദേഹം. റോയ്ലോട്ട്. ആ പേര് കേട്ടിട്ടുള്ളതായി ഞാൻ ഓർക്കുന്നു. വാട്സൺ, താങ്കളോ? ഞാനും എവിടെയോ കേട്ടതുപോലെ. ഒരു കാലത്ത് വലിയ ധനികരായിരുന്നു അവര്. പക്ഷേ കഴിഞ്ഞ 4 തലമുറയിലെ കാരണവന്മാർ ചൂതുകളിച്ചും ആർഭാടം കാട്ടിയും എല്ലാം നശിപ്പിച്ചു. അവശേഷിച്ചത് 200 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടും കുറച്ചു പുരയിടവും. അതുപോലും പണയത്തിലായിരുന്നു. പക്ഷെ എന്റെ രണ്ടാനച്ഛൻ മാറിയ പരിതസ്ഥിതിക്ക് അനുസരിച്ച് ജീവിച്ചു. ഒരു ബന്ധുവിൽ നിന്നും പണം കടം വാങ്ങി മെഡിക്കൽ ഡിഗ്രി എടുത്ത് കൽക്കട്ടയിലേക്ക് പോയി. അവിടെ ധാരാളം പ്രാക്ടീസ് ചെയ്ത് പണമുണ്ടാക്കി. പക്ഷേ കഷ്ടകാലം അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞില്ല. എന്തുപറ്റി? സ്വത്ത് ആരെങ്കിലും കൊള്ളയടിച്ചോ? ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം എന്തോ കളവ് പോയതിന്റെ പേരിൽ തന്റെ ഒരു ജോലിക്കാരനെ മർദ്ദിച്ചു. അവൻ മരിച്ചുപോയി. വധശിക്ഷയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഡോക്ടർ റോയ്ലോട്ട് വളരെ നാളത്തെ ജയിൽവാസത്തിനു ശേഷം എല്ലാം നഷ്ടപ്പെട്ട് ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. അപ്പോ നിങ്ങളുടെ അമ്മയെ അദ്ദേഹം എപ്പോഴാണ് വിവാഹം കഴിച്ചത്? എന്റെ അച്ഛൻ ബംഗാൾ സൈന്യത്തിലെ മേജർ ജനറലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം എന്റെ അമ്മ ഡോക്ടർ റോയ്ലോട്ടിനെ വിവാഹം ചെയ്തു. അന്ന് എനിക്കും എന്റെ ഇരട്ട സഹോദരിയായ ജൂലിയയ്ക്കും 2 വയസ്സായിരുന്നു പ്രായം. വർഷത്തിൽ 1000-ലധികം പൗണ്ടായിരുന്നു വരുമാനം. വർഷം തോറും ഒരു തുക വിവാഹിതരാകുമ്പോൾ ഞങ്ങൾക്ക് നൽകണമെന്നായിരുന്നു അമ്മയുടെ വ്യവസ്ഥ. ഇപ്പോൾ നിങ്ങളുടെ അമ്മ? ഇംഗ്ലണ്ടിൽ ഞങ്ങൾ തിരിച്ചെത്തി കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ട്രെയിൻ അപകടത്തിൽ അമ്മ മരിച്ചു. അതായത് 8 കൊല്ലം മുമ്പ്. അതോടെ ലണ്ടനിൽ പ്രാക്ടീസ് ആരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് ഡോക്ടർ റോയ്ലോട്ട് അദ്ദേഹത്തിന്റെ കുടുംബമായ സ്റ്റോക്ക് മൊറാനിൽ തിരിച്ചെത്തി. അമ്മയുടെ സമ്പാദ്യം കൊണ്ട് ഞങ്ങൾക്ക് സുഖമായി കഴിയാമായിരുന്നു. അതിനാൽ ഞങ്ങൾ ആർഭാടമായി തന്നെ വളർന്നു. പിന്നെ എപ്പോഴാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? സ്റ്റോക്ക് മൊറാനിൽ താമസം ആരംഭിച്ചതോടെ എന്റെ രണ്ടാനച്ഛന് വലിയ മാറ്റങ്ങളുണ്ടായി. നാട്ടുകാരുമായി ഇണങ്ങാൻ ഡോക്ടർ കൂട്ടാക്കിയില്ല. എപ്പോഴും വീട്ടിലടച്ചിരിക്കും. ഇനി പുറത്തിറങ്ങിയ തന്നെ അയൽക്കാരുമായി 1-2 പറഞ്ഞ് വഴക്കിടും. ഇന്ത്യയിലെ ചൂട് കാലാവസ്ഥയിലെ ദീർഘനാളത്തെ വാസം മുൻഗാമികളിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച ദേഷ്യ സ്വഭാവവും അക്രമവാസനയും വർദ്ധിപ്പിച്ചു കാണും. ഏതായാലും വഴക്കും വക്കാണവും നിത്യസംഭവമായി. ദേഷ്യം വന്ന എന്തും ചെയ്യാൻ മടിക്കാത്ത ആജാനുബാഹുവായ അദ്ദേഹത്തെ കണ്ട് നാട്ടുകാർ ഓടി ഒളിച്ചു തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അടുത്തുള്ള ഒരു കൊല്ലപ്പണിക്കാരനെ ദേഷ്യം വന്ന് പുഴയിലേക്ക് തള്ളിയിട്ടു. ആ കേസ് ഒഴിവാക്കാൻ വലിയൊരു തുക എന്റെ കയ്യിൽ നിന്ന് നൽകേണ്ടി വന്നു. ഓ, അപ്പോൾ നിങ്ങളുടെ അച്ഛന് കൂട്ടുകാരെന്ന് പറയാൻ ആരുമില്ലേ? ഉണ്ട്. അതാണ് ഏറ്റവും വിചിത്രം. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നാടോടികളാ ഏറ്റവും അടുത്ത കൂട്ടുകാർ. കുറേണ്ണ ഇപ്പൊ ഞങ്ങളുടെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പില് കൂടാരം പിടിച്ച് കഴിയുന്നുമുണ്ട്. ചിലപ്പോ അവരുടെ കൂടാരങ്ങളിൽ പോയി ഇരിക്കുന്നത് കാണാം. മറ്റു ചിലപ്പോ ആഴ്ചകളോളം അവരോടൊപ്പം ഊരു ചുറ്റാൻ പോവും. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ വന്യമൃഗങ്ങളോട് വലിയ കമ്പമാണ്. ഒരു പുള്ളിപ്പുലിയും കുരങ്ങനെയൊക്കെ വളർത്തുന്നുമുണ്ട്. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു ജോലിക്കാരും ധൈര്യപ്പെടില്ല. അതുകൊണ്ട് വീട്ടുജോലി ചെയ്ത് ഞങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു. തലമുടി നരച്ചു തുടങ്ങി. എന്റെ പെങ്ങൾ ജൂലിയ മരിക്കുമ്പോ അവക്ക് 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ദുരിതപൂർണമായ എന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപം ലഭിച്ചു കാണുമല്ലോ. നിങ്ങളുടെ സഹോദരി ജീവിച്ചിരിപ്പില്ലെന്നാണോ? അതെ, 2 വർഷം മുമ്പ് മരിച്ചു.
അതേക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നരകതുല്യമായ ഞങ്ങളുടെ ജീവിതത്തിൽ സമപ്രായക്കാരുമായി കൂട്ടുകൂടാൻ ഞങ്ങൾക്ക് അവസരമൊന്നുമില്ലായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. പക്ഷെ അല്പം അകലെ താമസിച്ചിരുന്ന എന്റെ അമ്മയുടെ സഹോദരിയെ കാണാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് ഒരു ക്രിസ്മസ് കാലത്ത് അവിടെ വെച്ച് ജൂലിയ ഒരു നേവി ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു. തമ്മിൽ ഇഷ്ടപ്പെട്ട അവരുടെ വിവാഹ നിശ്ചയവും താമസിയാതെ കഴിഞ്ഞു. ഡോക്ടർ റോയ്ലോട്ട് ആ ബന്ധത്തെ അനുകൂലിച്ചോ? അദ്ദേഹം എതിരൊന്നും പറഞ്ഞില്ല. പക്ഷേ വിവാഹത്തിന് 2 ആഴ്ച മുമ്പ് ആ അത്യാഹിതം നടന്നു. ഈ ലോകത്തിലെ എന്റെ ഒരേ ഒരു കൂട്ടുകാരിയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരി ജൂലിയെ എനിക്ക് നഷ്ടപ്പെട്ടു. ഏയ്, കരയാതിരിക്കൂ പ്ലീസ്. എങ്ങനെയാണ് ജൂലി മരിച്ചത്? വിശദമായി പറയൂ. ഞാൻ ആ ദിവസം ഇന്നും ഭയത്തോടെയാണ് ഓർക്കുന്നത്. ഞങ്ങളുടെ വീട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ പഴക്കമുള്ളതാണ്. അതിന്റെ താഴത്തെ നിലയിലാണ് ഞങ്ങളുടെ മുറികൾ. ആദ്യത്തേത് ഞങ്ങളുടെ 2ാം അച്ഛന്റേത്, അടുത്തത് ജൂലിയുടെ, പിന്നെ എന്റെ ബെഡ്റൂം. ഒരു മുറിന്ന് അടുത്ത മുറിയിലേക്ക് കടക്കാനാവില്ല. എല്ലാ മുറികളും തുറക്കുന്നത് പൊതുവായ ഒരു വരാന്തയിലേക്ക്. അപ്പൊ മുറികൾക്ക് ജനാലകളൊന്നുമില്ലേ? ഉണ്ട്. പുറകിലത്തെ വെളിപ്രദേശത്തേക്ക് തുറക്കുന്ന ഓരോ ജനൽ 3 മുറിയിലും ഉണ്ട്. ശരി, അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ആ ശപിക്കപ്പെട്ട രാത്രിയിൽ ഞങ്ങളുടെ വളർത്തച്ഛൻ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് നേരത്തെ പോയി. എങ്കിലും കുറച്ചുനേരം ചുരുട്ട് പുകച്ചിരുന്നിരിക്കും. കാരണം ആ ചുരുട്ടിന്റെ വൃത്തികെട്ട മണം സഹിക്കാനാവുന്നില്ലെന്ന് പറഞ്ഞ് ജൂലി എന്റെ മുറിയിൽ വന്നു. അവളുടെ കല്യാണത്തിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ഞങ്ങൾ കുറച്ചുനേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഒരു 11 മണിയായപ്പോ ജൂലി അവളുടെ മുറിയിലേക്ക് പോകാൻ എഴുന്നേറ്റുകൊണ്ട് എന്നോട് ചോദിച്ചു, ഹെലൻ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. നീ ചോദിക്ക്. രാത്രിയിൽ ചൂളമടിക്കുന്ന പോലെ ഒരു ശബ്ദം നീ കേൾക്കാറുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. എന്താ ജൂലി അങ്ങനെ ചോദിക്കാൻ? നീ ഉറക്കത്തിൽ ചൂളമടിക്കാറുണ്ടോ? ഹേയ്, ഇല്ല. എന്താ? പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി വെളുപ്പിനെ ഒരു 3 മണി സമയത്ത് ആരോ ചൂളമടിക്കുന്ന പോലെ ഒരു ശബ്ദം ഞാൻ വ്യക്തമായി കേൾക്കാറുണ്ട്. ഉറക്കത്തിനിടയിൽ ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞാൻ എഴുന്നേൽക്കുമെന്ന് നിനക്കറിയാലോ. എവിടെ നിന്നാണ് ആ ശബ്ദം വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. അടുത്ത മുറിയിൽ നിന്നാണോ അതോ പുറത്തു നിന്നാണോ? ഞാനൊന്നും കേൾക്കാറില്ല. പറമ്പില് കൂടാരമടിച്ച് താമസിക്കുന്ന ആ നാടോടികളായിരിക്കും ശബ്ദമുണ്ടാക്കുന്നത്. അത് ശരിയായിരിക്കും. അങ്ങനെയെങ്കിൽ നീയും അത് കേൾക്കണ്ടേ? ഉറക്കത്തിൽ എന്ത് ശബ്ദം കേട്ടാലും ഞാൻ അറിയാറേയില്ല. ആ, എന്തെങ്കിലും ആകട്ടെ, ഉറക്കം വരുന്നു. ഞാൻ എന്റെ മുറിയിലേക്ക് പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ജൂലിയ. ആ, ശരി. നിങ്ങൾ എന്നും വാതിൽ അകത്തുനിന്നും പൂട്ടിയിട്ടാണോ ഉറങ്ങാറുള്ളത്? അതെ. കുരങ്ങനും പുള്ളിപ്പുലിയും അപരിചിതരായ നാടോടികളൊക്കെയല്ലേ ചുറ്റും. ശരി, പിന്നെ എന്താണ് സംഭവിച്ചത്? അന്ന് രാത്രി എന്തോ എനിക്ക് ഉറക്കം വന്നില്ല. ഇരട്ടപ്പെട്ട സഹോദരങ്ങളിൽ ഒരാളുടെ വികാര വിചാരങ്ങൾ മറ്റേയാളെയും സ്വാധീനിക്കുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കും, അല്ലേ ഹോംസ്? അങ്ങനെയാകാം. ആ, എന്നിട്ട്? നല്ല മഴയും കാറ്റുമുള്ള രാത്രിയായിരുന്നു അത്. മഴ എന്റെ മുറിയിലെ ജനൽപാളികളിൽ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. ആ ശബ്ദത്തിനിടയിൽ പെട്ടെന്നൊരു സ്ത്രീയുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ ചാടി എണീറ്റ് വാതിൽ തുറന്ന് വരാന്തയിലെത്തി. ഒരു ചൂളം വിളിയോ ഒരു സിൽക്കാര ശബ്ദോ എന്തോ ഞാൻ കേട്ടു.
അല്പം കഴിഞ്ഞപ്പോ ഒരു ലോഹ കഷ്ണം താഴെ വീഴുന്നത് പോലൊരു ശബ്ദം ഞാൻ കേട്ടു. പെട്ടെന്ന് ജൂലിയുടെ മുറിയുടെ വാതിൽ തുറന്നു. ഇടനാഴിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവള് കതക് തുറന്നു വരുന്നത് കണ്ടു. ഭയം കൊണ്ട് അവളുടെ മുഖം രക്തം വാർന്ന് വിളറിയിരുന്നു. ലക്കില്ലാതെ ആടി വന്ന അവൾ സഹായത്തിനായി ഒരു കൈ ഉയർത്തി. ഞാൻ ഓടിച്ചെന്ന് അവളെ താങ്ങി. അപ്പോഴേക്കും അവൾ നിലത്ത് വീണു കഴിഞ്ഞിരുന്നു. സഹിക്കാനാവാത്ത വേദന കൊണ്ട് അവൾ പൊളഞ്ഞു. കൈകാലുകൾ കോച്ചി വലിച്ചു. ആദ്യം അവൾ എന്നെ തിരിച്ചറിയുന്നില്ലെന്ന് തോന്നി. ഞാൻ കുനിഞ്ഞ് അവളെ ഒന്ന് നോക്കി. എന്നിട്ട് ജൂലി എന്തെങ്കിലും പറഞ്ഞോ? വല്ലാത്തൊരു ശബ്ദത്തിൽ ഭയന്ന് വിറച്ച് അവള് പറഞ്ഞു, ദൈവമേ, അത് ആ നാട, പുള്ളികളുള്ള നാട. എനിക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും ആ ശബ്ദം ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെയും അവൾക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ മുറിക്ക് നേരെ അവൾ വിരൽ ചൂണ്ടി. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. ഞാൻ അലമുറയിട്ടുകൊണ്ട് വളർത്തച്ഛന്റെ മുറിയിലേക്ക് ഓടി. അദ്ദേഹം ജൂലിയുടെ വായിൽ അല്പം ബ്രാൻഡി ഒഴിച്ചു കൊടുത്തു. പിന്നെ അടുത്തുള്ള ഡോക്ടറുടെ വീട്ടിലേക്ക് ആളയച്ചു. പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. എന്റെ ജൂലിയ ഡോക്ടർ എത്തുമ്പോ തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. മിസ് ഹെലൻ, ഒരു സീൽക്കാരത്തിന്റെയും ലോഹകഷ്ണത്തിന്റെയും ശബ്ദം കേട്ടുവെന്ന് പറഞ്ഞല്ലോ. അത് വ്യക്തമായി കേട്ടോ? കേസ് അന്വേഷിക്കാൻ വന്ന പോലീസും ഇത് തന്നെയാണ് എന്നോട് ചോദിച്ചത്. കേട്ടു എന്ന് തന്നെയാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഇനി അന്നത്തെ രാത്രിയിലെ കാറ്റിലും മഴയിലും അങ്ങനെ തോന്നിയതാണോന്നും അറിയില്ല. നിങ്ങളുടെ സഹോദരി എന്ത് വേഷമാണ് ധരിച്ചിരുന്നത്? അവൾ ഉറങ്ങാൻ പോകുമ്പോൾ ധരിക്കാറുള്ള നിശാവസ്ത്രങ്ങൾ തന്നെയാണ് ധരിച്ചിരുന്നത്. പിന്നെ അവളുടെ കയ്യിൽ എരിഞ്ഞു തീർന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടപ്പോൾ അവൾ തീപ്പെട്ടി ഉരച്ചു നോക്കി എന്ന് വ്യക്തം. ആ, അത് പ്രധാനമാണ്. ആട്ടെ, പോലീസിന്റെ അഭിപ്രായം എന്താണ്? പോലീസിന്റെ അന്വേഷണത്തിനൊന്നും താമസം ഉണ്ടായില്ല. കാരണം ഞങ്ങളുടെ വളർത്തച്ഛൻ അത്ര പ്രസിദ്ധനായിരുന്നല്ലോ. എന്തായാലും പോലീസ് അന്വേഷണത്തിന് ഫലമൊന്നും ഉണ്ടായില്ല. കതകകത്തു നിന്നും അടച്ചിരുന്നെന്നും ജനാലകൾ താഴിട്ടിരുന്നു എന്നും ഉറപ്പാണ്. ഭിത്തിയിലൊന്നും വിള്ളലുകളോ ദ്വാരങ്ങളോ ഇല്ലായിരുന്നു. നെരിപ്പോടിൽ നിന്ന് പുക പോകാനുള്ള ചിമ്മിനി അല്പം വലുതാണെങ്കിലും അതും നന്നായി അടച്ചു കൊടുത്തിട്ടിരുന്നു. കൂടാതെ ഒരു മൽപ്പിടുത്തമോ ആക്രമണമോ നടന്നതിന്റെ ഒരു ചെറിയ മുറിവ് പോലും ജൂലിയുടെ ശരീരത്തിലില്ലായിരുന്നു. അതിനാൽ മരണസമയത്ത് ആ മുറിയിൽ മറ്റാരും ഇല്ലായിരുന്നു എന്ന് വ്യക്തം. ഇനി വല്ല വിഷബാധ ഏറ്റതാകുമോ? ഡോക്ടർ പരിശോധിച്ചിട്ട് അതിന്റെയും യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവൾ മരിച്ചതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിയായ ഭയം കൊണ്ടും ഞെട്ടൽ കൊണ്ടുമാണ് മരണമടഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്ത് കണ്ടാണ് പേടിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അന്ന് നിങ്ങളുടെ പുരയിടത്തിൽ നാടോടികളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കുറെ പേർ എപ്പോഴും ആ പറമ്പിൽ തമ്പടിച്ചിട്ടുണ്ടാവും. പിന്നെ ജൂലിയ ഒരു നാടേക്കുറിച്ച് പറഞ്ഞല്ലോ. എന്താ അത്? പുള്ളികളുള്ള നാട അല്ലേ? ആ, അവള് സമനില തെറ്റി പുലമ്പിയതാവാം.
എന്താണ് ജൂലിയ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ആ നാടോടികളെ കുറിച്ചാണോ? കാരണം അവരിൽ പലരും പുള്ളികളുള്ള തൂവാല തലയിൽ കെട്ടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതല്ല. മറ്റെന്തോ ഗൌരവമേറിയതാണ് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, ശരി. അത് കഴിഞ്ഞ് 2 കൊല്ലമായില്ലേ? ഇപ്പോൾ എന്താണ് പ്രശ്നം? പറയാം. വളരെ കാലമായി എന്നെ പരിചയമുള്ള സുഹൃത്ത് പേഴ്സി ആമിറ്റേജ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിവാഹം ചെയ്യാൻ താൽപര്യം പറഞ്ഞു. എനിക്കും പേഴ്സിയെ ഇഷ്ടമാണ്. വൈകാതെ വിവാഹം നടത്താമെന്ന തീരുമാനവുമായി. കൺഗ്രാറ്റുലേഷൻസ്. എന്നിട്ട് ഡോക്ടർ റോയ്ലോട്ട് എന്ത് പറഞ്ഞു? അദ്ദേഹം എതിരൊന്നും പറഞ്ഞില്ല. 2 ദിവസം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. എന്റെ ബെഡ്റൂമിന്റെ ചുമരൊക്കെ പൊളിച്ചതിനാൽ ഞാനിപ്പോ ജൂലിയ ഉപയോഗിച്ചിരുന്ന മുറിയിലാ കിടക്കുന്നത്. ശരി. ഇനിയാണ് എന്നെ നടുക്കിയ സംഭവം ഉണ്ടായത്. അതാ ഞാൻ ഓടി ഇവിടെ വന്ന് താങ്കളുടെ സഹായം അഭ്യർത്ഥിച്ചത്. ഞാനൊരു സിഗരറ്റ് കത്തിച്ചോട്ടെ? തുടരൂ. ഇന്നലെ രാത്രി എനിക്ക് എന്തുകൊണ്ടോ ഉറക്കം വന്നില്ല. ജൂലിയയുടെ ദുരന്ത മരണത്തെക്കുറിച്ച് ആലോചിച്ച് ഞാൻ കിടന്നു. പെട്ടെന്ന് ഒരു സീൽക്കാര ശബ്ദം. ഞാൻ പേടിച്ച് ചെവിയോർത്തു. അതെ, ഒരു ചൂളം വിളിയുടെ വ്യക്തമായ ശബ്ദം ഞാൻ കേട്ടു. ചാടി എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചു. മുറിയാകെ പരിശോധിച്ചു. ഒന്നും കണ്ടില്ല. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. പുലർച്ചയ്ക്ക് ഒരു വണ്ടി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഇങ്ങോട്ടും താങ്കളെ കണ്ട് സഹായം ചോദിക്കാൻ. നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. നന്നായി. പക്ഷേ നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. മിസ്റ്റർ ഓണർ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വളർത്തച്ഛനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഉടുപ്പിന്റെ കൈ അല്പമൊന്ന് ഉയർത്താമോ? അത് വാട്സൺ, അത് ശ്രദ്ധിച്ചോ? ഹോ, 5 വിരലുകളും പതിഞ്ഞു കിടക്കുന്നു. നിങ്ങളുടെ രണ്ടാനച്ഛൻ ഡോക്ടർ റോയ്ലോട്ട് നിങ്ങളെ ശാരീരികമായി നന്നായി ഉപദ്രവിക്കുന്നുണ്ടല്ലേ? അതെ, കരുത്തനും ദുഷ്ടനുമാണ് എന്റെ വളർത്തച്ഛൻ. ഇത് കുഴഞ്ഞു മറിഞ്ഞൊരു കേസാണ്. അടുത്ത നീക്കം എന്തെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരു നിമിഷം പോലും കളയാനുമില്ല. ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് വന്നാൽ ഡോക്ടർ റോയ്ലോട്ട് ഇല്ലാതെ നിങ്ങളുടെ വീട്ടിലെ മുറികൾ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഇന്ന് അദ്ദേഹം ഏതോ ഒരു കാര്യത്തിന് ലണ്ടനിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയെങ്കിൽ വൈകുന്നേരമേ വീട്ടിൽ മടങ്ങിയെത്തൂ. ഗുഡ്. വാട്സൺ, ഒരു യാത്ര ചെയ്യാൻ താങ്കൾക്ക് വിരോധമില്ലല്ലോ? ഞാൻ തയ്യാർ. മിസ് ഹെലൻ, ഞങ്ങൾ 2 പേരും ഇന്ന് തന്നെ വരാം. എനിക്ക് 2-3 കാര്യങ്ങൾ കൂടി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് 12 മണിക്കുള്ള ട്രെയിനിൽ മടങ്ങും. എന്തായാലും നിങ്ങൾ എത്തുമ്പോൾ ഞാനവിടെ ഉണ്ടാവും. ഞങ്ങൾ ഉച്ച കഴിഞ്ഞെത്തും. എന്നാൽ ഞങ്ങളോടൊപ്പം കാപ്പി കുടിച്ചിട്ട് പോകാം. വേണ്ട, നന്ദി. എനിക്കല്പം ധൃതിയുണ്ട്. എന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ ഒരാളുണ്ടല്ലോ. സമാധാനമായി. അപ്പോ ഉച്ച കഴിഞ്ഞ് കാണാം. ഞാൻ കാത്തിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. തിരിച്ചറിയാതിരിക്കാനാണോ നിങ്ങൾ കറുത്ത സ്കാർഫ് കൊണ്ട് മുഖം മറയ്ക്കുന്നത്? അതെ. നന്ദി മിസ്റ്റർ ഹോംസ്, മിസ്റ്റർ വാട്സൺ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. വാട്സൺ, ഈ കേസിനെക്കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു? വളരെ കുഴപ്പം പിടിച്ച ഭീകരമായ ഒരു കേസാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വാതിലുകളും
മുറിയുടെ തറയുമൊക്കെ അവർ പറയുന്ന പോലെ സുരക്ഷിതമാണെങ്കിൽ ജൂലിയ മരിക്കുമ്പോൾ ആ മുറിയിൽ ആരും ഉണ്ടാവാനുള്ള സാധ്യതയില്ലല്ലോ. ശരി, പക്ഷേ ആ ചൂളമടി ശബ്ദം എവിടെ നിന്ന് വരുന്നു? അതുപോലെ അവളുടെ മരണസമയത്തെ വാചകത്തിന്റെ അർത്ഥം, പുള്ളികളുള്ള നാട. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രാത്രിയിൽ കേട്ട സീൽക്കാർ ശബ്ദം, നാടോടികളും ഡോക്ടർക്ക് അവരുമായുള്ള ബന്ധം, പുള്ളിയുള്ള നാട് എന്ന ജൂലിയയുടെ മരണമൊഴി, ലോഹകഷ്ണം വീണ പോലെ ഹെലൻ കേട്ട ശബ്ദം, ഹെലന്റെ വിവാഹം നടക്കരുതെന്ന് ഡോക്ടറിന് ആഗ്രഹമുണ്ടെന്ന് തോന്നൽ, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അന്വേഷണവും ആ വഴിക്ക് തന്നെ നീങ്ങണം. ആ നാടോടികൾക്ക് ഇതുമായി ബന്ധമുണ്ടായിരിക്കുമോ? അതറിയില്ല. ഹോംസ്, നിങ്ങൾ പറയുന്നതിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ ഞാൻ കാണുന്നു. എനിക്കും അതറിയാം. അതുകൊണ്ടാണല്ലോ ഇന്ന് തന്നെ നമ്മൾ ഹെലന്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്റെ അനുമാനം എത്രത്തോളം ശരിയാണെന്ന് അപ്പോൾ അറിയാം. നിങ്ങളിൽ ആരാണ് ഹോംസ്? ഞാനാണ് ഹോംസ്, ഷെർലക് ഹോംസ്. പക്ഷേ നിങ്ങളാരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഗ്രംസ്ബി റോയ്ലോട്ട്. നിങ്ങളുടെ രൂപവും ഭാവവും കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. വരൂ ഡോക്ടർ, വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കൂ. ഏയ് മിസ്റ്റർ, ഞാൻ നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതല്ല. എന്റെ മകൾ ഹെലൻ ഇവിടെ വന്നിരുന്നല്ലോ. അവൾ എന്താണ് പറഞ്ഞത്? ഇക്കൊല്ലം തണുപ്പ് വളരെ കൂടുതലാണ് അല്ലേ ഡോക്ടർ? ഹെലൻ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയാനാണ് ഞാൻ വന്നത്. പിന്നെ ഇക്കൊല്ലം ക്രോക്കസ് പൂക്കൾ ധാരാളമായി വിരിഞ്ഞു എന്ന് തോന്നുന്നു. നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണ്. എനിക്ക് നിന്നെ അറിയാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്ന തമ്മാടി. എന്റെ കയ്യിലെ ചാട്ട കണ്ടോ? ഷെർലക് ഹോംസ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നവൻ, സ്കോട്ട്ലൻഡ് യാർഡിന്റെ തലവൻ. ഏതായാലും നിങ്ങളുമായി സംസാരിക്കാൻ നല്ല രസമുണ്ട് ഡോക്ടർ റോയ്ലോട്ട്. പിന്നെ പോകുമ്പോ ആ കഥ കടയ്ക്കാൻ മറക്കരുത്. പുറത്തുനിന്നും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. എനിക്ക് പറയാനുള്ളതെല്ലാം നിന്നോട് പറഞ്ഞിട്ടേ ഞാനിവിടെ നിന്ന് പോകൂ. ഇനി എന്റെ വീട്ടുകാര്യങ്ങളിൽ നീ ഇടപെട്ടാൽ വിവരമറിയും. എന്റെ മകൾ ഹെലൻ ഇവിടെ വന്നിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ ആള് പിശകാണ്. കണ്ടോ? നിങ്ങൾ എന്തിനാണ് നെരിപ്പോടിൽ കനലിളക്കാൻ വെച്ചിരിക്കുന്ന ആ കമ്പി എടുക്കുന്നത്? ഈ കമ്പിയൊന്നും എന്റെ കരുത്തിന് മുന്നിൽ ഒന്നുമല്ല. ഈ കമ്പി ഞാൻ വളയ്ക്കുന്നത് പോലെ നിന്നെയും വളച്ചൊടിക്കും. തൽക്കാലം ഞാൻ പോകുന്നു. ആളൊരു മുരടനാണെങ്കിലും നല്ല അനുസരണമുള്ളവനാണ് നമ്മുടെ ഡോക്ടർ റോയ്ലോട്ട്. കണ്ടില്ലേ കഥ കടച്ചിട്ട് പോയത്? അവനിവിടെ നിന്നിരുന്നെങ്കിൽ എന്റെ കൈയിന്റെ കരുത്തവൻ അറിഞ്ഞാനെ. വാട്സൺ, അവൻ വളച്ചെറിഞ്ഞ ആ കമ്പി ഇങ്ങെടുത്തേ. കണ്ടോ, ഞാനിത് പഴയതുപോലെയാക്കി. ഇത്രയേ ഉള്ളൂ. ഞാൻ സർവീസിലുള്ള കുറ്റാന്വേഷകനാണെന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും അയാൾക്ക് പിന്തുടർന്ന് ഇവിടെ എത്താൻ അവസരം നൽകിയത് ഹെലന്റെ ബുദ്ധിമോശം തന്നെ. പോട്ടെ, നമുക്ക് കാപ്പി കുടിക്കാം. എന്നിട്ടെനിക്ക് ഡോക്ടർമാരുടെ ക്ലബ്ബ് വരെ ഒന്ന് പോകണം. അയാളെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയേക്കും. വാട്സൺ, നോക്കൂ, ആ കാണുന്ന പഴയ വലിയ മാളികയാണ് സ്റ്റോക്ക് മൊറാൻ. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഹോംസ്, നിങ്ങൾക്ക് ഡോക്ടറെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഞാൻ കുറച്ച് പാടുപെട്ടു.
എങ്കിലും ചില കാര്യങ്ങൾ ഡോക്ടർമാരുടെ ക്ലബിൽ നിന്നും എനിക്ക് കിട്ടി. അയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ ഇഷ്ടദാന പത്രിക ഞാൻ കണ്ടു. 2 പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡോക്ടർക്ക് അധികമൊന്നും ലഭിക്കില്ല. അപ്പോൾ ജൂലിയയുടെ കൊലപാതകത്തിനും ഇപ്പോ ഹെലനെ കൊല്ലാനുള്ള ശ്രമത്തിനും പിന്നിൽ ഇതാകുമോ? അങ്ങനെയാണ് ഞാനും സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത്. വാട്സൺ, റിവോൾവർ കയ്യിലുണ്ടല്ലോ അല്ലേ? ഒരു ഇരുമ്പ് കമ്പി സ്വന്തം കൈകൾ കൊണ്ട് വളയ്ക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ എതിരാളി. റിവോൾവർ മാത്രമല്ല, പല്ല് തേക്കാനുള്ള ബ്രഷും ഞാൻ കരുതിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ തങ്ങേണ്ടി വന്നാലോ? അത് നന്നായി. ഹെലനാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തി. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വൈകുന്നേരമേ മടങ്ങി വരുള്ളൂ. മിസ് ഹെലൻ, ഞങ്ങൾക്ക് ആ മാന്യ വ്യക്തിയെ പരിചയപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി. വഴിയിൽ വെച്ച് കണ്ടോ? അല്ലല്ല, നിങ്ങൾ പോയ പിറകെ എന്റെ വീട്ടിലെത്തി അദ്ദേഹം. ദൈവമേ, അദ്ദേഹം എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നോ? അതെ. അദ്ദേഹം എല്ലാം അറിഞ്ഞോ? എനിക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ലേ? തിരിച്ചു വരുമ്പോ ഞാൻ എന്തുത്തരം പറയും? തന്നെ പോലെ തന്നെ കൌശലക്കാരനായ ഒരാൾ നിങ്ങളെ സഹായിക്കാനുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വളർത്തച്ഛൻ ഇനി കൂടുതൽ ശ്രദ്ധിക്കും. ഒരു കാര്യം ചെയ്താൽ മതി. ഇന്ന് രാത്രി നിങ്ങൾ മുറിപൂട്ടി അകത്തിരിക്കൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടുവിടാം. വരൂ, എനിക്ക് നിങ്ങളുടെ മുറികളൊന്ന് കാണണം. ഇതാണ് എന്റെ ബെഡ്റൂം. ഇപ്പൊ ഇവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ഞാനിപ്പോ ജൂലിയെ ഉപയോഗിച്ചിരുന്ന അടുത്ത മുറിയിലെ കിടപ്പ്. അതിനടുത്തതാണ് ഡോക്ടറുടെ ബെഡ്റൂം. പക്ഷേ നിങ്ങളുടെ മുറിയിൽ അറ്റകുറ്റപ്പണികളുടെ ആവശ്യമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. മാത്രമല്ല, പണിയൊന്നും നടക്കുന്നുമില്ല. ഏതായാലും ഇപ്പോൾ നിങ്ങൾ കിടക്കുന്നത് അടുത്ത മുറിയിലാണല്ലോ. ആ മുറി കൂടി എനിക്കൊന്ന് പരിശോധിക്കണം. ഇതാണ് ആ മുറി. തൊട്ടടുത്ത മുറിയിലാ ഡോക്ടർ കിടക്കുന്നത്. നിങ്ങൾ അകത്ത് കയറി കതകടച്ചാൽ മറ്റാർക്കും ഉള്ളിൽ കയറാൻ കഴിയില്ല, അല്ലേ? അതെ. അകത്തുനിന്ന് കുറ്റിയിട്ടാൽ പിന്നെ ആർക്കും ഉള്ളിൽ കയറാനാവില്ല. വാതിലും കുറ്റികളും ഒക്കെ നല്ല ബലമുള്ളവയാ. ഹോംസ്, കത്തിയോ കമ്പിയോ കടത്തി തുറക്കാനുള്ള വിടവൊന്നും കാണുന്നില്ല. ശരിയാണ്. ഇതെന്താ? ഈ കട്ടിൽ അനക്കാനാവാത്ത വിധം നിലത്തോട് ചേർത്ത് ഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. ആണോ? എനിക്കറിയില്ലായിരുന്നു. അല്ല, കിടക്കയുടെ തലക്കിലേക്ക് നീണ്ടുകിടക്കുന്ന ഈ ചരടെന്താണ്? ഓ, അതോ? അതെന്തെങ്കിലും ആവശ്യത്തിന് മണിയടിച്ച് ജോലിക്കാരെ വിളിക്കാനാണ്. ഓ, പക്ഷെ ഇത് പുതിയതായി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നല്ലോ. അതെ, 2 വർഷം മുമ്പ്. ഈ മുറിയിൽ വെച്ചാണ് ജൂലിയ മരണമടഞ്ഞത് എന്നല്ലേ പറഞ്ഞത്? അതെ, ഈ കട്ടിലാണ് അവൾ കിടന്നിരുന്നത്. അതെ, ജൂലിയയുടെ ആവശ്യപ്രകാരമാണോ ഈ ചരട് സമ്പ്രദായം ഇവിടെ സ്ഥാപിച്ചത്? ഏയ് അല്ല, മണിയടിച്ച് ഞങ്ങൾ ആരെ വിളിക്കാനാ? ശരി, ഞാൻ ഇതൊന്ന് വലിച്ചു നോക്കട്ടെ. ഈ ചരട് വലിച്ചിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇതിന്റെ അറ്റത്ത് മണിയുമില്ല, ഒന്നുമില്ല. ആണോ? ശോ, ഞാൻ എന്തൊരു വിഡ്ഢിയാ. ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ച് നോക്കിയിരുന്നില്ല. പ്രശ്നം അവിടെയും തീരുന്നില്ലല്ലോ. ദാ നോക്കൂ, ഈ ചരട് ഡോക്ടറുടെ മുറിയിലേക്കുള്ള വെന്റിലേറ്ററിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ കൊളുത്തിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അതുമല്ല, ഈ വെന്റിലേറ്റർ അടുത്ത മുറിയിലേക്കാണ് വെച്ചിരിക്കുന്നത്. പുറത്തേക്കായിരുന്നെങ്കിൽ അതുവഴി കാറ്റും വെളിച്ചവും വന്നേനെ.
ആ വെന്റിലേറ്റർ വെച്ചതും അടുത്ത കാലത്താണ്. മനസ്സിലായി. കൃത്യമായി പറഞ്ഞാൽ 2 കൊല്ലം മുൻപ് ഈ മണിയടിക്കാനുള്ള ചരട് സ്ഥാപിച്ചപ്പോൾ അല്ലേ? അത് ആയിടെ ചില ചില്ലറ പരിഷ്കാരങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും വിചിത്രമായ പരിഷ്കാരങ്ങൾ തന്നെ. കാറ്റ് കിട്ടാത്ത വെന്റിലേറ്റർ, മണിയില്ലാത്ത ചരട്. ശരി മിസ് ഹെലൻ, ഇനി നമുക്ക് ഡോക്ടർ റോയ്ലോറ്റിന്റെ മുറിയൊന്ന് പരിശോധിക്കാം. ആഹാ, കുറച്ചുകൂടി വലിയ മുറിയാണല്ലോ ഇത്. ഹോംസ്, ഷെൽഫ് നിറയെ പുസ്തകങ്ങൾ, കൂടുതലും ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചുള്ളതാണല്ലോ. ശരിയാണ്. ഈ ഇരുമ്പലമാരയ്ക്കുള്ളിൽ എന്താണ്? അത് അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധിച്ച കടലാസുകളാണ്. ഓഹോ, അപ്പോൾ നിങ്ങളത് തുറന്നു നോക്കിയിട്ടുണ്ടോ? കുറച്ചുനാൾ മുമ്പ് ഒരിക്കൽ തുറന്നു കിടക്കുന്നത് കണ്ടു. നിറയെ കടലാസുകളാണെന്നാണ് എന്റെ ഓർമ്മ. ഇതിനകത്ത് പൂച്ചയൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ദേ അലമാരയുടെ മുകളിൽ ഒരു ചെറിയ പാത്രം ഇരിക്കുന്നത് കണ്ടില്ലേ? അതിൽ അല്പം പാലുമുണ്ട്. എന്തായാലും അടുത്ത മുറിയിലേക്കുള്ള വെന്റിലേറ്ററിന് താഴെ കിടക്കുന്ന ആ കസേര ഞാനൊന്ന് പരിശോധിക്കട്ടെ. അപ്പോൾ അത് തീർച്ചയായി. അല്ല വാട്സൺ, ഇതെന്താണ് പട്ടിയെ കെട്ടാനുള്ള തുടലോ? ഇതിന്റെ ഒരറ്റം കട്ടിലിൽ ഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. ദാ മറ്റേ അറ്റം വളച്ച് കൊളുത്തുപോലെ ആക്കിയിരിക്കുന്നു. ഇവിടെ ഈ കിടപ്പുമുറിയിൽ ഇതിന്റെ പ്രയോജനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി മിസ് ഹെലൻ, ഞങ്ങൾ ഇറങ്ങുന്നു. ഡോക്ടർ വരുന്നതിന് മുൻപ് സ്ഥലം വിടണം. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കണം. തീർച്ചയായും. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാര്യം വളരെ ഗൌരവമുള്ളതാണ്. ഒട്ടും ഉപേക്ഷ വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. പറയൂ മിസ്റ്റർ ഹോംസ്, താങ്കൾ പറയുന്നത് പോലെ ചെയ്യാം. ഞാനും എന്റെ കൂട്ടുകാരനും ഇന്ന് രാത്രി നിങ്ങളുടെ മുറിയിലാണ് കിടക്കുന്നത്. എന്നുവെച്ചാൽ? ഞാൻ വിശദമായി പറയാം. ദാ ആ കാണുന്ന ചെറിയ ലോഡ്ജില്ലേ? അതെ, ക്രൗൺ ലോഡ്ജ്. അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങളുടെ മുറിയിലെ ജനാല കാണാനാവില്ലേ? അതെ, വ്യക്തമായി കാണാം. ഡോക്ടർ മടങ്ങി വരുമ്പോൾ നിങ്ങൾ മുറിക്ക് പുറത്തിറങ്ങണ്ട. തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ ഉറങ്ങാൻ മുറിയിലേക്ക് പോയാൽ മതി. എന്നിട്ട് ഡോക്ടർ റോയ്ലറ്റ് ഉറങ്ങാൻ മുറിയിലേക്ക് പോകുമ്പോൾ പതുക്കെ നിങ്ങളുടെ മുറിയുടെ ജനാല തുറന്ന് ഒരു വിളക്ക് കത്തിച്ച് കാണിക്കണം. അത് ഞങ്ങൾക്കുള്ള ഒരു അടയാളമാണ്. എന്നിട്ട് നിങ്ങൾ ജനൽ കുറ്റിയിടാതെ പണി നടക്കുന്ന നിങ്ങളുടെ മുറിയിലേക്ക് പോവുക. ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടാമല്ലോ, അല്ലേ? ഓ, അതൊന്നും പ്രയാസമുള്ള കാര്യങ്ങളല്ല. ശരി, പിന്നീടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരൂ. രാത്രി നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ജനലിലൂടെ നിങ്ങളുടെ മുറിയിൽ കയറി നിങ്ങൾ കേട്ട ശബ്ദത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും. അത്ര തന്നെ. മിസ്റ്റർ ഹോംസ്, ഇപ്പോ താങ്കൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് തോന്നുന്നു. ഏകദേശം. എങ്കിൽ പറയൂ, എങ്ങനെയാണ് ജൂലിയ മരിച്ചത്? കുറച്ചുകൂടി തെളിവുകൾ കിട്ടാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറയാം. പെട്ടെന്നുണ്ടായ ഭയം കാരണമാണ് മരിച്ചതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കുറച്ചുകൂടി ഭീകരമായ എന്തോ ആണ് അതിനു പിന്നിൽ. സാരമില്ല, ധൈര്യമായിരിക്കൂ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും. ഇനിയിവിടെ നിന്ന് നിങ്ങളുടെ വളർത്തച്ഛനിങ്ങെത്തും. പിന്നെ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും. അപ്പോ പറഞ്ഞതുപോലെ. മിസ്റ്റർ ഹോംസ്, ഡോക്ടർ വാട്സൺ, നന്ദി. ഈ ക്രൗൺ ലോഡ്ജിന്റെ മുകളിലത്തെ മുറിയിൽ നിന്നാൽ ആ മാളിക മുഴുവൻ നമുക്ക് കാണാമല്ലോ. അതെ. എന്തായാലും നമുക്ക് കാത്തിരിക്കണം.
നല്ല ഇരുട്ടാണ് പുറത്ത്. വാട്സൺ, നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ വിരോധമില്ലല്ലോ? അപകടകരമായൊരു ദൌത്യമാണിത്. എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? തീർച്ചയായും. എങ്കിൽ ഞാൻ തീർച്ചയായും വരാം. അതിരിക്കട്ടെ, അപകടകരമായ ദൌത്യമെന്ന് പറഞ്ഞല്ലോ. ആ മുറിക്കകത്ത് ഞാൻ കാണാത്തതെന്തോ താങ്കൾ കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നു. ഞാൻ കണ്ടതെല്ലാം താങ്കളും കണ്ടതാണല്ലോ. കണ്ടതിൽ നിന്ന് ഞാൻ കുറച്ചു കാര്യങ്ങൾ ഊഹിച്ചെടുത്തു എന്ന് മാത്രം. ആ ചരട് മാത്രമേ എനിക്ക് വിചിത്രമായി തോന്നുന്നുള്ളൂ. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. 2 മുറികൾക്കിടയിലുള്ള ആ വെന്റിലേറ്റർ കണ്ടില്ലേ? കണ്ടു. പക്ഷേ അതിലൂടെ ഒരു എലിക്ക് പോലും കഷ്ടിച്ച് കടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനൊരു വെന്റിലേറ്റർ അവിടെ കാണുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. അതെന്താ കാരണം? ഹെലൻ പറഞ്ഞില്ലേ, അവളുടെ സഹോദരി ജൂലിയ റോയലോട്ടിന്റെ ചുരുട്ടിന്റെ രൂക്ഷഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന്. അപ്പോൾ ആ മുറികൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമെന്ന് ഞാൻ അനുമാനിച്ചു. പോലീസ് ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ചെറിയ അഴികളുള്ള ഒരു വെന്റിലേറ്റർ ആയിരിക്കുമെന്നും ഞാൻ ഊഹിച്ചു. ശരി, അതവിടെ വെച്ചതുകൊണ്ട് എന്താ കുഴപ്പം? അത് അവിടെ വെച്ചത് എപ്പോഴാണെന്ന് നോക്കൂ. വെന്റിലേറ്റർ പണിയിച്ചതും ചരട് കെട്ടിത്തൂക്കിയതും ജൂലിയ മരിച്ചതുമൊക്കെ ഏതാണ്ട് ഒരേ സമയത്താണ്. അപ്പോൾ അവ തമ്മിൽ എന്തോ ബന്ധമില്ലേ? അതുപോലെ ആ മുറിയിലെ കട്ടിൽ ശ്രദ്ധിച്ചോ? ഇല്ല. എന്താ പ്രത്യേകത വല്ലതുമുണ്ടോ? ഉണ്ട്. അത് അനക്കാൻ പറ്റാത്ത വിധം നിലത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? അവിടെ നിന്നും കട്ടിൽ ആർക്കും നീക്കാൻ സാധിക്കില്ല. ചുരുക്കത്തിൽ വെന്റിലേറ്ററിനും ചരടിനും സമീപത്തായി ഒരേ സ്ഥാനത്ത് തന്നെ ജൂലിയ ഉറങ്ങാൻ നിർബന്ധിതയായി. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കിന്ന് രാത്രി നിഗൂഢവും നീചവുമായ ഒന്ന് തടയാനാവും എന്ന് തോന്നുന്നു. ശരിയാണ്. ഒരു ഡോക്ടറായ അയാൾ ഒരു കുറ്റം ചെയ്യുമ്പോൾ വളരെ കൃത്യവും ആസൂത്രിതവുമായിരിക്കും. കാരണം അയാൾക്ക് അറിവുമുണ്ട്, ധൈര്യവുമുണ്ട്. പക്ഷേ അയാളുടെ പദ്ധതികളെ തകർക്കാൻ നമുക്ക് കഴിയണം. ഹെലന്റെ മുറിയിൽ അറ്റകുറ്റപ്പണിയെന്ന വ്യാജേന അവളെ ജൂലിയയുടെ മുറിയിലേക്ക് മാറ്റിയത് തന്നെ പ്രത്യേക ലക്ഷ്യത്തോടെയാണ്. നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് അനേകം ഭീകര സംഭവങ്ങൾക്ക് സാക്ഷിയാകാൻ ഒരുങ്ങിക്കൊള്ളൂ. ആ ജനൽ വെളിച്ചം തെളിയുന്നു. നടുവിലത്തെ മുറിയിലെ ജനൽ തന്നെയാണ് പ്രകാശം, നമുക്കുള്ള അടയാളം. ശരിയാണ്. വാട്സൺ, ലോഡ്ജ് മാനേജരോട് അടുത്തുള്ള ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോവുകയാണെന്നും നാളെ രാവിലെ മാത്രമേ മടങ്ങി വരികയുള്ളൂന്നും പറഞ്ഞിട്ട് ഞാനിതാ എത്തി. ഹോ, നല്ല തണുപ്പുണ്ടല്ലോ. അതെ. വാട്സൺ, റിവോൾവർ പറഞ്ഞില്ലല്ലോ അല്ലേ? കയ്യിലുണ്ട്. നോക്കൂ, ചുറ്റുമതിൽ പലയിടത്തും പൊളിഞ്ഞുപോയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ബംഗ്ലാവിനുള്ളിൽ കടന്ന് ആ ജനാലക്കരികിലെത്താം. എന്തിനാ നിങ്ങളുടെ കയ്യിൽ ഒരു ചൂരൽ വടി? ആവശ്യം വന്നേക്കും. കണ്ടോളൂ. ശബ്ദമുണ്ടാക്കണ്ട. ആ നാടോടികൾ ഇവിടെ എവിടെയെങ്കിലും കാണും. പറഞ്ഞതുപോലെ ഹെലൻ ജനലിന്റെ കുറ്റിയിട്ടിട്ടില്ല. ചെരുപ്പ് കയ്യിലെടുത്ത് ജനലിൽ കൂടി അകത്ത് കടന്നോളൂ. വിളക്കത്തിക്കണ്ട. വെന്റിലേറ്ററിലൂടെ അടുത്ത മുറിയിൽ ഡോക്ടർ റോയലോട്ട് അത് കാണും. ശബ്ദമുണ്ടാക്കരുത്, ഉറങ്ങരുത്. പിന്നെ റിവോൾവർ കയ്യിൽ തന്നെ ഉണ്ടല്ലോ? ഉണ്ട്. ചിലപ്പോൾ ആവശ്യമായി വരും. വാട്സൺ, നിങ്ങൾ ആ കസേരയിലിരുന്നോളൂ. ഞാൻ ഈ കട്ടിലിരിക്കാം. മണി 3 അടുത്ത മുറിയിൽ വെളിച്ചം. ഹോംസ് കാണുന്നില്ലേ? ഉവ്വ്, ഞാൻ കണ്ടു. എണ്ണ എരിയുന്ന മണവുമുണ്ട്.
വാട്സൺ, വാട്സൺ, അത് കണ്ടോ? നിങ്ങളത് കണ്ടോ? ഇല്ല. നിങ്ങൾ എന്തിനാണ് ആ ചൂരൽ കൊണ്ട് ആ ചരടിൽ ആഞ്ഞാഞ്ഞടിച്ചത്? ഒരു ശീൽക്കാര ശബ്ദവും. ഹോംസ്, അതെന്താണത്? എല്ലാം കഴിഞ്ഞു എന്നർത്ഥം. വരൂ, നമുക്ക് ഡോക്ടറുടെ മുറിയിലേക്ക് പോകാം. കുറ്റിയിട്ടിട്ടില്ല. മുറിയിൽ വെളിച്ചമുണ്ടല്ലോ. അലമാര തുറന്നു കിടക്കുന്നു. അതാ ഡോക്ടർ റോയ്ലോട്ട് ആ കസേരയിലിരിക്കുന്നു. മുകളിലേക്ക് തുറച്ചു നോക്കിയിരിക്കുകയാണല്ലോ. കണ്ടോ? ആ കണ്ണുകൾ അനമനതയില്ല. അയാളുടെ മടിയിൽ നമ്മൾ കണ്ട ആ തുടൽ കിടക്കുന്നത് കണ്ടോ? വാട്സൺ, കണ്ടോ? ഡോക്ടറുടെ തലയ്ക്ക് ചുറ്റും ഒരു മഞ്ഞ നാട, തവിട്ട് നിറത്തിലുള്ള പുള്ളികളോടെ. പുള്ളികളുള്ള നാട. നമുക്ക് അടുത്ത് ചെന്ന് നോക്കാം. അത് അനങ്ങുന്നുണ്ടല്ലോ. വാട്സൺ, അടുത്തു പോകരുത്. അതൊരു പാമ്പാണ്. ഹോംസ്, സൂക്ഷിക്കണം. കണ്ടിട്ട് ഇന്ത്യയിലെ ചതുപ്പ് നിലങ്ങളിൽ മാത്രം കാണുന്ന കൊടും വിഷമുള്ള ഒരുതരം അണലിയാണത്. അതിന്റെ കടിയേറ്റ് നിമിഷങ്ങൾക്കകം അയാൾ മരിച്ചു കാണും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. വാട്സൺ, ഞാൻ ആ തൊടലുകൊണ്ട് അതിനെ അലമാരിക്കകത്താക്കി അടയ്ക്കട്ടെ. ഹോംസ്, ശരിക്കും എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? പറയാം വാട്സൺ. മുറിക്കുള്ളിൽ കിടന്നുറങ്ങുന്നയാളെ ജനൽ വഴിയോ വാതിൽ വഴിയോ അപായപ്പെടുത്താൻ സാധ്യമല്ല എന്ന് എനിക്കും മനസ്സിലായി. അപ്പോഴാണ് നിലത്തുറപ്പിച്ച കട്ടിലിലും മുറികൾക്കിടയിലുള്ള വെന്റിലേറ്ററിലും കട്ടിലിന്റെ തലയ്ക്കൽ തൂങ്ങിക്കിടന്ന ആ ചരടിലും എന്റെ ശ്രദ്ധ പതിഞ്ഞത്. അടുത്ത മുറിയിൽ നിന്നും എന്തോ ഒന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള ഒരു പാലമാണ് ആ ചരട് എന്ന് ന്യായമായും ഞാൻ ഊഹിച്ചു. ഡോക്ടർ റോയ്ലോട്ടിന് വന്യമൃഗങ്ങളെക്കുറിച്ച് അപാരമായ അറിവുണ്ടായിരുന്നു. രാസപരിശോധന കൊണ്ടുപോലും തെളിയിക്കാനാവാത്ത വിധം സർപ്പവിഷം കൊണ്ട് കൊല നടത്താമെന്ന് അയാൾ മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള ഇന്ത്യൻ അണലിയെക്കുറിച്ച് ഞാനും വായിച്ചിട്ടുണ്ട്. വളരെ വേഗം വിഷം ശരീരത്തിൽ വ്യാപിക്കും. വിഷപ്പല്ലിന്റെ വളരെ ചെറിയ പാടുകൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയുമില്ല. അതെ, അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പാമ്പിനെ അയാൾ വെന്റിലേറ്റർ വഴി അടുത്ത മുറിയിലെ കിടക്കയിലേക്ക് നീളുന്ന ചരട് വഴി ഊർന്നിറങ്ങാൻ പരിശീലിപ്പിച്ചു. അതിനായിരിക്കണം പാത്രത്തിൽ പാൽ വെച്ചിരുന്നത്. ആ കട്ടിലിൽ കിടക്കുന്ന ആളെ പാമ്പ് കടിച്ചെന്നും വരാം, കടിച്ചില്ലെന്നും വരാം. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം ലക്ഷ്യം നേടാനാകുമെന്ന് അയാൾ കരുതി. അങ്ങനെയാണ് അയാൾ ജൂലിയെ വകവരുത്തിയത്. പലതവണ ശ്രമം നടത്തിയപ്പോഴാണ് ജൂലിയ പാമ്പിന്റെ സീൽക്കാര ശബ്ദവും പാമ്പിനെ തിരിച്ചു വിളിക്കാൻ ഡോക്ടർ ചൂളമടിച്ചതും ഒക്കെ കേൾക്കാനിടയായത്. ജൂലിയ മരിച്ചതോടെ ഭാഗപത്രപ്രകാരമുള്ള പണം അയാൾക്ക് നൽകേണ്ടി വന്നതുമില്ല, അല്ലേ? അതെ. മാത്രമല്ല, ഹെലൻ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ അവളെയും അയാൾ ലക്ഷ്യം വെച്ചു. അതിനായി ഹെലന്റെ മുറിയിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടാക്കി അവളെ അവിടെ നിന്നും ജൂലിയുടെ മുറിയിലേക്ക് മാറ്റി. ശരി, പക്ഷെ നമ്മൾ കേട്ട ചൂളം വിളിയുടെ അർത്ഥം എന്താണ്? അത് കൃത്യം കഴിഞ്ഞ് പാമ്പിനെ തിരിച്ചു വിളിക്കണം. അതിനാവും അയാൾ പാല് വെച്ച് ചൂളം വിളിച്ച് അതിനെ തിരിച്ച് തന്റെ മുറിയിലെത്തിക്കുന്നത്. ഇന്നലെ ഡോക്ടർ റോയ്ലോട്ടിന്റെ കസേര ഞാൻ സൂക്ഷ്മ പരിശോധന നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിൽ ആരോ കയറി നിന്നതിന്റെ കാൽപ്പാടുകൾ ഞാൻ കണ്ടു. വെന്റിലേറ്ററിൽ എത്തണമെങ്കിൽ അതിൽ കയറി നിൽക്കണം. അലമാരയും തുടലും പാൽപാത്രവും എല്ലാം കൂടിയായപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി. പാമ്പിനെ തിരിച്ചു വിളിച്ച് അലമാരയ്ക്കകത്താക്കി അടയ്ക്കുന്നതാവും
ലോഹ കഷ്ണത്തിന്റെ ശബ്ദമായി ജൂലിയയ്ക്കും ഹെലനും തോന്നിയത്. ശരിയാണ്. ഇപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് മനസ്സിലായോ വാട്സൺ? തീർച്ചയായും. അടുത്ത മുറിയിൽ വെളിച്ചം വന്നപ്പോൾ ഡോക്ടർ തന്റെ കൃത്യം ആരംഭിച്ചുവെന്ന് താങ്കൾക്ക് മനസ്സിലായി. താമസിയാതെ ചരട് അനങ്ങി. പാമ്പിന്റെ ശീൽക്കാര ശബ്ദം കേട്ടയുടൻ താങ്കൾ ചൂരൽ കൊണ്ട് ചരട് ലക്ഷ്യമാക്കി ആഞ്ഞടിച്ചു. അടികൊണ്ട് പൊളഞ്ഞ പാമ്പ് ചരടിലൂടെ വെന്റിലേറ്ററിനുള്ളിലൂടെ തിരിച്ചു ചെന്ന് ചൂളം വിളിച്ച് അവിടെ കാത്തുനിന്ന ഡോക്ടറെ തന്നെ കൊത്തി. അതെ, അടികൊണ്ട വേദനയിൽ ആദ്യം കണ്ട ആൾക്ക് നേരെ തിരിഞ്ഞുവെന്ന് മാത്രം. എന്താണ് ഇനി നമ്മുടെ അടുത്ത നടപടി? ഹെലനെ അവളുടെ ബന്ധുക്കളുടെ വീട്ടിലാക്കണം. പിന്നെ പോലീസിനെ വിളിക്കണം. ഡോക്ടർ വളർത്തിയിരുന്ന പാമ്പ് അബദ്ധത്തിൽ അയാളെ കൊത്തി എന്ന് പറഞ്ഞാൽ മതി. വാട്സൺ, ഒരർത്ഥത്തിൽ ഞാനാണ് അയാളുടെ മരണത്തിന് കാരണം, അല്ലേ? ഒരിക്കലുമല്ല. അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഹെലനും ജൂലിയെപ്പോലെ തന്നെ കൊല ചെയ്യപ്പെടുമായിരുന്നു. അതെ, ഡോക്ടർ റോയ്ലോട്ട് ക്രൂരത വിതച്ച് ക്രൂരത കൊയ്തു. ആർതർ കോനൻ ഡോയിലിന്റെ ഷെർലക് ഹോംസ് കഥകൾ. പുള്ളികളുള്ള നാട് നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഷെർലക് ഹോംസ് അരുൺ നായർ, ഡോക്ടർ വാട്സൺ ഡോക്ടർ തോമസ് മാത്യു, ഹെലൻ സ്റ്റോണർ സിനി സുനിൽ, ഡോക്ടർ റോയ്ലറ്റ് സുദർശനൻ കുടപ്പനമൂട്. സംവിധാന സഹായം VN ദീപ, അശ്വതി ബാലചന്ദ്രൻ. റേഡിയോ രൂപാന്തരം സംവിധാനം N വാസുദേവ്. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.